അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. വേദിയിലിരിക്കുന്ന SIOവിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും സാരഥികളെ, പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹൃദയരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും സദാ നമ്മോടൊപ്പം ഉണ്ടാകുമാറാവട്ടെ. ഹന്നലിയുടെ വഴിയെ നടക്കുക, ബാബരി മറക്കാതിരിക്കുക എന്ന ക്യാപ്ഷനോടുകൂടി സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് അത്തരമൊരു മേഖലാ സമ്മേളനത്തിൽ സന്നിഹിതരാകാൻ വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഈ സമ്മേളനം നടക്കുമ്പോൾ ഗസയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രം മനുഷ്യക്കുരുതി ആരംഭിച്ചിട്ട് ഏകദേശം 1 വർഷം പിന്നിട്ടു. ഇസ്രായേൽ എന്ന ലോകത്തെ ഏറ്റവും വലിയ ഒരു ഭീകര രാഷ്ട്രത്തിൻ്റെ സൈനിക സന്നാഹങ്ങളൊന്നടങ്കം മിസൈലുകളുടെയും ബോംബർ വിമാനങ്ങളുടെയും മാരക പ്രഹരശേഷിയുള്ള യുദ്ധ ടാങ്കുകളുടെയും അകമ്പടിയോടുകൂടി നിസ്സഹായരും നിരായുധരുമായ ഗസയിലെ ജനങ്ങൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിഷ്ഠൂരമായ മനുഷ്യക്കുരുതി നാം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗസ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ആ പ്രദേശത്തിലെ ഏകദേശം 70% കെട്ടിടങ്ങളും തകർത്ത് തരിപ്പണമാക്കിയെന്നാണ് കണക്കുകൾ നമ്മോട് പറയുന്നത്. 40,000-ൽ പരം ജനങ്ങൾ, ഗസയിലെ 40,000-ൽ പരം മനുഷ്യർ ഈ 1 വർഷത്തിനിടയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളും സ്ത്രീകളും സാധാരണക്കാരായ ജനങ്ങളും മാരകമായ പരിക്കേറ്റ് ഹോസ്പിറ്റലുകളിൽ പോലും ചികിത്സ ലഭ്യമല്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ കടുത്ത യാതനകളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാകട്ടെ ഗസയിൽ നിന്നും തൊട്ടടുത്ത രാജ്യമായ ലബനാനിലേക്കും ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രത്തിന്റെ മിസൈലുകളും ബോംബർ വിമാനങ്ങളും ദിനേനെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെയൊക്കെ അനുഭവത്തിൽ, നമ്മുടെയൊക്കെ ജീവിത കാലഘട്ടത്തിനിടയിൽ ലോകത്ത് ഇത്രമാത്രം ഭീകരമായ സ്വഭാവത്തിൽ മനുഷ്യക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗത്തിന് നാം സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഫലസ്തീൻ ജനതയ്ക്ക് നേരെ, ലബനാനിലെ സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രം നിരന്തരം ദിവസവും ഭീകരാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരിൽ അപൂർവം ചിലരെ മാറ്റി നിർത്തിയാൽ മഹാഭൂരിഭാഗം ആളുകളിൽ നിന്നും യാതൊരു പ്രതികരണവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മനുഷ്യാവകാശത്തിലും
അന്തർദേശീയ നിയമങ്ങളിലും വിശ്വസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളും വിദ്യാർത്ഥികളും തെരുവിലിറങ്ങി എന്നത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ മൗനം പാലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മൗനം ഒരർത്ഥത്തിൽ ആധുനിക ലോകം എന്താണ് എന്ന്, ആധുനിക ലോക രാഷ്ട്രീയ ഘടനയും ജനാധിപത്യത്തെയും മനുഷ്യാവകാശത്തെക്കുറിച്ചും ലോകരാഷ്ട്രങ്ങൾ പലപ്പോഴും പ്രഖ്യാപിക്കാറുള്ള പ്രഖ്യാപനങ്ങളുമൊക്കെ എന്തുമാത്രം കപടമാണ് എന്ന് നമ്മോട് വിളിച്ചു പറയുന്ന ഒരനുഭവമാണ്. ഫലസ്തീനിൽ ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാനോ നിങ്ങളോ സംസാരിച്ചില്ല എന്ന് കരുതി, ലോകരാഷ്ട്രങ്ങൾ ഇടപെട്ടില്ല എന്ന് കരുതി, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ആ ജനങ്ങളുടെ ഹൃദയവേദനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തെരുവുകളിൽ ജനസാഗരം ഇരമ്പുന്നില്ല എന്ന് കരുതി ഗസയും ഫലസ്തീനും തകരാൻ പോകുന്നു എന്ന് നാം ആരും കരുതേണ്ടതില്ല. കാരണം തകരാൻ പോകുന്ന ഒരു വിശ്വാസത്തെയും തകരാനിരിക്കുന്ന ഒരു മനോനിലയും വെച്ചുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളല്ല യഥാർത്ഥത്തിൽ ഗസയിലെയും ഫലസ്തീനിലെയും ജനങ്ങൾ. പക്ഷേ ലോകരാഷ്ട്രങ്ങൾ പലപ്പോഴും പറയാറുള്ള മനുഷ്യാവകാശത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചുമൊക്കെയുള്ള സംസാരങ്ങളും വീമ്പു പറച്ചിലുകളെല്ലാം തന്നെ വളരെ കപടമാണ് എന്നും, പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ പ്രശ്നം വരുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ വെച്ചു പുലർത്തുന്ന സമീപനങ്ങളെല്ലാം തന്നെ വളരെ ഇസ്ലാമോഫോബിക് ആണ് എന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്ന സമീപകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് ഫലസ്തീനും ഗസയും. ഇസ്രയേൽ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രം നമ്മുടെ ഇന്ത്യയിലടക്കമുള്ള രാഷ്ട്രീയ യജമാനന്മാർ പലപ്പോഴും മതേതരത്വത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട്. മാനവത നേടിയെടുത്ത ഏറ്റവും പുരോഗമനപരമായ ഒരാശയമാണ് മതേതരത്വമെന്നും, മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രങ്ങളോ മതകീയമായ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളോ ഒരു ലോകത്തോ രാജ്യങ്ങളിലോ നിലനിൽക്കാൻ പാടില്ല എന്നും, അതിൽ നിന്ന് മനുഷ്യ സമൂഹം വിട്ടകലുമ്പോഴാണ് സൗഹാർദ്ദവും സ്നേഹവും സമാധാനവും പുത്തുലയുന്ന ഒരു രാജ്യം, ഒരു ലോകം ഇവിടെ യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്നുമാണ് മതേതരത്വത്തെ കുറിച്ച് പലപ്പോഴും പല ആളുകളും സംസാരിക്കാറുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ മതേതരത്വത്തിന്റെ ഒരുപാട് ഹോൾസെയിൽ ഏജന്റുമാരുണ്ട്. അവർക്ക് എപ്പോഴും പറയാനുള്ള ഇതാണ്: മനുഷ്യ സമൂഹം നേടിയെടുത്ത പുരോഗമനപരമായ ഒരാശയമാണ് മതേതരത്വം. മതങ്ങൾ മനുഷ്യന്റെ ജീവിത ഇടപാടുകളിൽ, മനുഷ്യന്റെ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ലോകം ഇരുട്ടിലായിരുന്നു എന്നും ആ ഇരുട്ടിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ സാധിച്ച മഹനീയമായ ഒരാശയമാണ് മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് മതേതരത്വത്തെ മഹത്വവൽക്കരിക്കുന്നവരുണ്ട്. ലോകത്തുള്ള ഏതാണ്ടെല്ലാ രാജ്യങ്ങളും തങ്ങൾ മതേതര ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാജ്യങ്ങളാണ് എന്നും മനുഷ്യാവകാശ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് എന്നുമാണ് പ്രഖ്യാപിക്കാറുള്ളത്. പക്ഷെ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം, ആ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം നിലവിൽ വന്നത് തന്നെ മതത്തെ അല്ലെങ്കിൽ മതകീയമായ മിത്തുകളെ ചരിത്രവുമായും യാഥാർത്ഥ്യവുമായും ഒരു ബന്ധവുമില്ലാത്ത, മനുഷ്യ സമൂഹത്തിന്റെ ഇതപര്യന്തമുള്ള ചരിത്രവുമായോ അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായോ ഒരർത്ഥത്തിലും ബന്ധമില്ലാത്ത മതപരമായ മിത്തുകളെ, ആ മിത്തുകളെ അടിത്തറയാക്കിക്കൊണ്ട് രൂപം കൊണ്ട ഒരു രാഷ്ട്രമാണ് യഥാർത്ഥത്തിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രം. ആ രാഷ്ട്രത്തിലെ ചോരക്കൊതിയനായ ഭരണാധികാരി ബെഞ്ചമിൻ നെതന്യാഹു തോറയിലെയും പഴയ നിയമത്തിലെയും വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ്
ഫലസ്തീൻ ജനതയ്ക്ക് നേരെ നടത്തുന്ന നിഷ്ഠൂരമായ യുദ്ധത്തെ പലപ്പോഴും ന്യായീകരിക്കാറുള്ളത്. പക്ഷേ യാഥാർത്ഥ്യവുമായും ചരിത്രവുമായും ബന്ധമില്ലാത്ത മതകീയമായ മിത്തുകളെ അവലംബിച്ചുകൊണ്ട് നിലനിൽക്കുന്ന, ആ മിത്തുകളിൽ അഭിരമിക്കുന്ന, ആ മിത്തുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂട്ടക്കൊലകളെ ന്യായീകരിക്കുന്ന ഒരു രാഷ്ട്രം ലോകത്തുണ്ടായിട്ട് ആ രാഷ്ട്രത്തെ സർവാത്മന പിന്തുണക്കാനാണ് മതേതരത്വത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും സംസാരിക്കുന്ന ലോകരാഷ്ട്രങ്ങളിൽ പലരും ഇന്നും തയ്യാറാകുന്നത്. മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ വിരളി കൊള്ളുന്ന, പൊതു ഇടങ്ങളിൽ മുസ്ലിം സ്ത്രീകൾ തലമറച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നത് ഫ്രഞ്ച് മതേതരത്വ ഭാവനയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉറഞ്ഞുകൊള്ളുന്ന ഫ്രാൻസിലെ ഭരണാധികാരികൾക്ക് മനുഷ്യവിരുദ്ധമായ ജൽപ്പനം നടത്തിക്കൊണ്ടിരിക്കുന്ന മതേതര മതഭാവനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യവിരുദ്ധമായ ജൽപ്പനം നടത്തിക്കൊണ്ടിരിക്കുന്ന, ക്രൂരതകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രയേൽ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രവും സ്വീകാര്യമായ ഒരു രാഷ്ട്രമായി ഇന്നും നിലനിൽക്കുന്നു. ഇസ്രയേൽ ഭീകരതയെ മതേതരത്വം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് എന്ന് വിശേഷിപ്പിക്കാൻ പോലും ഇന്നും ലോകത്തുള്ള ഒരു മതേതരത്വ വക്താക്കൾക്കും സാധിക്കുന്നില്ല. ഇവിടെയാണ് ലോകരാഷ്ട്രങ്ങളുടെ മതേതരത്വം എന്ന് പറയുന്ന ആശയം എന്തു മാത്രം കപടമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, ചരിത്രവുമായും യാഥാർത്ഥ്യവുമായും ബന്ധമില്ലാത്ത മിത്തുകളിലാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം നിലവിലുണ്ടായത്. ഇസ്രയേൽ ജനതയ്ക്ക് അവകാശപ്പെട്ടതാണ് ഫലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം പോലും ഇസ്രയേൽ കവർന്നെടുത്തത് ലോകത്തുള്ള പല ശാക്തിക രാഷ്ട്രങ്ങളുടെയും പിന്തുണയോടുകൂടിയാണ്. ആ രാഷ്ട്രങ്ങൾ തന്നെയാണ് ഇന്നും ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ലോകത്തെങ്ങുമുള്ള മനുഷ്യസ്നേഹികളുടെ നിരന്തരമായ ജാഗ്രതയുടെ തുടർന്ന് ഈ രാഷ്ട്രങ്ങൾ തകർന്നു വീഴും. അങ്ങനെ തകർന്നു വീഴുമ്പോൾ മാത്രമേ ലോകം രക്ഷപ്പെടുകയുള്ളൂ എന്നുകൂടി നാം മനസ്സിലാക്കണം. ഫലസ്തീൻ എന്ന് പറയുന്ന ഭൂമിയിലേക്ക് കടന്നു വന്ന ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം 1948 സയനിസ്റ്റ് രാഷ്ട്രം ഫലസ്തീന് രൂപം കൊണ്ടത് ആ നാട്ടുകാരായ ജൂതന്മാർ സ്ഥാപിച്ച ഒരു രാജ്യമായിരുന്നില്ല ഫലസ്തീനിലെ ഇസ്രയേൽ എന്ന് പറയുന്ന ഈ ജൂതരാജ്യം. 1917 1914 നമുക്കൊക്കെ അറിയുന്ന ചരിത്ര വിദ്യാർത്ഥികൾ എന്ന അർത്ഥത്തിൽ 1914 ആരംഭിച്ച ഒന്നാം ലോക യുദ്ധത്തിന്റെ കോൺസിക്വൻസിനെ കുറിച്ച്, അതിന്റെ അനന്തര ഫലത്തെ കുറിച്ച് വിശകലനം ചെയ്യുന്ന നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ ഒരിക്കൽ പോലും രേഖപ്പെടുത്താത്ത ചില കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. 1914 ആരംഭിച്ച ഒന്നാം ലോക യുദ്ധം, ആ ഒന്നാം ലോക യുദ്ധത്തിൽ ആ യുദ്ധം ആരംഭിച്ചത് പോലും അന്നത്തെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാക്തിക രാഷ്ട്രമായിരുന്ന, മുസ്ലിം രാഷ്ട്രമായിരുന്ന തുർക്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നില്ല. യൂറോപ്പിലെ തന്നെ ചില രാജ്യങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് രൂപം കൊണ്ടതായിരുന്നു 1914 ആരംഭിച്ച ഒന്നാം ലോക യുദ്ധം. പക്ഷെ ആ ലോക യുദ്ധത്തിൽ ഒരു ഘട്ടത്തിൽ തുർക്കി ഇടപെടേണ്ടി വന്നു. പക്ഷെ ആ ലോക യുദ്ധത്തിന്റെ വിജയികളായ സഖ്യകക്ഷികൾ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഉൾക്കൊള്ളുന്ന അന്ന് റഷ്യയും ആ സഖ്യകക്ഷികളുടെ കൂട്ടത്തിലായിരുന്നു. ഈ 3 ത്രിരാഷ്ട്ര ശക്തികൾ അവരുടെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയെ തുടർന്നാണ് ഫലസ്തീൻ എന്ന് പറയുന്ന ഭൂപ്രദേശം മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. എന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ചരിത്ര ബോധത്തിലേക്ക് അവർ ആനയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം ഇവിടെ പറയുന്നത്. യഥാർത്ഥത്തിൽ തുർക്കി ഖിലാഫത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഫലസ്തീൻ ഭൂപ്രദേശം. ആ ഭൂപ്രദേശം തട്ടിയെടുക്കാൻ വേണ്ടി അന്ന് ബ്രിട്ടീഷുകാർ സ്വീകരിച്ച കുതന്ത്രം എന്താണോ, ആ കുതന്ത്രം തന്നെയാണ് ഇന്ന് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നാം അറിയണം.
ഇന്ന് ഫലസ്തീനിൽ ഗസ്സയ്ക്ക് നേരെ നിഷ്ഠൂരമായ നരവേധങ്ങൾ, ഗസ്സയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തെ 57ഓളം മുസ്ലിം രാജ്യങ്ങളുണ്ട്. വിരലെണ്ണാവുന്ന മുസ്ലിം രാജ്യങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റനേകം മുസ്ലിം രാജ്യങ്ങൾ മൗനം പാലിക്കുകയാണ്. അവർക്ക് പ്രതികരിക്കാനുള്ള ശേഷി പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ തെറ്റായിരിക്കാം. മറിച്ച് പ്രതികരിക്കുന്നതിന് പകരം സയനിസ്റ്റ് ഭീകര രാഷ്ട്രത്തെ രഹസ്യമായി പിന്തുണക്കുന്നവരോ അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും ബ്രിട്ടനിന്റെയും ജർമ്മനിയുടെയും വാലാട്ടികളായി നിന്നുകൊണ്ട് സയനിസ്റ്റ് രാഷ്ട്രത്തെ, ഭീകര രാഷ്ട്രത്തെ പിന്തുണക്കുകയോ ചെയ്യുന്നവരായിട്ടാണ് ലോകത്തുള്ള ഏതാണ്ട് മഹാഭൂരിഭാഗം മുസ്ലിം രാഷ്ട്ര നേതൃത്വവും ഇന്നും നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇത് തന്നെയായിരുന്നു ഫലസ്തീനിന്റെ വിഷയത്തിൽ 1914 ഒന്നാം ലോക യുദ്ധമുണ്ടായപ്പോൾ ബ്രിട്ടീഷുകാരെ മുസ്ലിങ്ങളെ ശിഥിലമാക്കിക്കൊണ്ട് തുർക്കികൾക്കെതിരെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയാണ് എങ്കിൽ അറബികൾക്ക് സ്വന്തമായി ഒരു രാജ്യം ഞങ്ങൾ ഉണ്ടാക്കി തരാം, സ്വന്തമായി ഒരു പുതിയ ഖിലാഫത്ത് നമ്മൾ ഉണ്ടാക്കി തരാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് തുർക്കികളെ പരാജയപ്പെടുത്താൻ വേണ്ടി ബ്രിട്ടീഷുകാരെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ പിന്തുണ നേടിയെടുത്തു, അറബികളുടെ പിന്തുണ നേടിയെടുത്തു. അങ്ങനെ പിന്തുണ നേടിയെടുത്തതിന് ശേഷമാണ് ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം തുർക്കി ഖിലാഫത്തിന് നഷ്ടപ്പെടുന്നതും ബ്രിട്ടീഷുകാരുടെ കൈവശം ആ പ്രദേശം ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തുകയും ചെയ്യുന്നത്. ബ്രിട്ടീഷുകാരാണ് ഫലസ്തീനിൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രമുണ്ടാക്കുമെന്ന് 1917 പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ഫലസ്തീനിലുണ്ടായിരുന്ന 6 ലക്ഷം ജനങ്ങളാണ് ആ 1917 ഫലസ്തീനിലുണ്ടായത് എന്ന് ചരിത്രം പറയുന്നു. ഈ 6 ലക്ഷം ജനങ്ങളിൽ 56,000 ആളുകൾ മാത്രമാണ് ജൂതന്മാരായിട്ടുണ്ടായിരുന്നത്. അതിൽ 71,000-ഓളം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, 56,000-ഓളം ജൂതന്മാരുണ്ടായിരുന്നു. ബാക്കി മുഴുവൻ ആളുകളും 4.5 ലക്ഷത്തോളം അറബികളും മുസ്ലിങ്ങളും അധിവസിക്കുന്ന വിശാലമായ ഒരു പ്രദേശമായിരുന്നു ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം. ഈ പ്രദേശത്താണ് 1948 ഇസ്രയേൽ എന്ന് പറയുന്ന ഭീകര രാജ്യത്തിന് ബ്രിട്ടീഷുകാരെ ആശീർവാദത്തോടുകൂടി രൂപം നൽകുന്നത്. പക്ഷെ 1948 ആയപ്പോഴേക്കും ഫലസ്തീനിലെ ജനസംഖ്യ 56,000 മാത്രം ജൂതന്മാരുണ്ടായിരുന്ന ഫലസ്തീനിൽ 17.5 ലക്ഷത്തോളം ജൂതന്മാരെ ഫലസ്തീനിൽ 1948 ആയപ്പോഴേക്കും ഫലസ്തീനിലുണ്ടായി എന്ന് ഫലസ്തീനിന്റെ ചരിത്രം നമ്മോട് പറയുന്നു. 17 ലക്ഷത്തോളം ആളുകൾ എന്ന് പറഞ്ഞാൽ 17 ലക്ഷത്തോളം ആളുകളെ ഒരു ചുരുങ്ങിയ 20-30 വർഷത്തിനിടയിൽ ഒരു രാജ്യത്തെ ഉണ്ടായത് സ്വാഭാവികമായി അവിടെ ജനങ്ങൾ വളർന്നു വന്നതായിരുന്നില്ല. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വളരെ സൗകര്യത്തിലും വളരെ സമാധാനത്തിലും ജീവിക്കുന്ന ജൂതന്മാരെ മുഴുവനും തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന ചരിത്രവുമായും യാഥാർത്ഥ്യവുമായും ബന്ധമില്ലാത്ത ഒരു മിത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സയനിസ്റ്റുകളെ ഈ വാഗ്ദത്ത ഭൂമി ഇതാ ഫലസ്തീനിൽ നിങ്ങൾക്കിതാ ഒരു വാഗ്ദത്ത ഭൂമി പിറന്നിരിക്കുന്നു, ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് നിങ്ങൾ പലായനം ചെയ്യണമെന്ന് പറഞ്ഞ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ജൂതന്മാരെ അങ്ങോട്ട് സയനിസ്റ്റ് പ്രസ്ഥാനം മാറ്റി തെളിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് അറബികളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി പിടിച്ചെടുത്തിട്ട് സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം നാട്ടിൽ നിന്നും സ്വന്തം കൃഷിയിടത്തിൽ നിന്നും കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ആ നാട്ടുകാരായ ആളുകളെ ബോംബ് വെച്ചിട്ടും കത്തി ഉപയോഗിച്ചുകൊണ്ടും മാരക പ്രകശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും പേടിപ്പിച്ച് പുറത്താക്കി അവരെ വീട്ടിൽ നിന്നും വലിച്ചെറിഞ്ഞുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന കുടിയേറ്റക്കാരായ കടന്നു കയറിയ അക്രമികളായ ജനങ്ങൾ പിടിച്ചെടുത്തുണ്ടാക്കിയ ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ. ലോക ചരിത്രത്തിൽ ഇങ്ങനെയുള്ള അപൂർവ രാജ്യങ്ങൾ മാത്രമേ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു അപൂർവതയുള്ള ഒരു രാജ്യം തന്നെയാണ് വെള്ളക്കാരുടെ കൈവശമുള്ള അമേരിക്ക എന്നുകൂടി ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അമേരിക്കയിലെ യഥാർത്ഥ ജനവിഭാഗങ്ങൾ ആയിരുന്നില്ല വെള്ളക്കാർ, മറിച്ച് ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ ആ നാട്ടുകാരായ തദ്ദേശീയ ജനവിഭാഗങ്ങൾ
വിഭാഗങ്ങളെ പുറന്തള്ളിക്കൊണ്ട് വെള്ളക്കാർ പിടിച്ചെടുത്ത ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക. അത് അമേരിക്കയുടെ ചരിത്രമാണ്. പക്ഷെ ലോകത്തെ ഫലസ്തീനിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തദ്ദേശീയരായ ജനങ്ങളെ ആ നാട്ടിൽ നിന്ന് മാറ്റിപ്പുറത്താക്കി അങ്ങനെ വിദേശത്ത് നിന്ന് ലോകത്തിൽ നിന്ന് കടന്നുകയറ്റക്കാരുണ്ടാക്കിയ ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്ത് താമസിക്കുന്ന പൗരന്മാർക്ക്, ഈ രാജ്യത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്, ഈ രാജ്യത്തുള്ള ഇതുപോലെയുള്ള കടന്നുകയറ്റക്കാർക്ക് സാധാരണ മനുഷ്യാവകാശ നിയമങ്ങളെ കുറിച്ച് സംസാരിക്കാന് യാതൊരുവിധ അർഹതയുമില്ല. കാരണം ആ നാട്ടുകാരെ പുറന്തള്ളിയിട്ടാണ് അവർ ഈ രാജ്യം പിടിച്ചെടുത്തത്. ഇന്ന് ലോകത്തെ 70 ലക്ഷത്തോളം ഫലസ്തീനി അഭയാർത്ഥികളുണ്ട്. നമ്മൾ അറിയണം, സ്വന്തം നാട്ടിൽ നിന്ന്, സ്വന്തം ജന്മപ്രദേശത്ത് നിന്ന്, തങ്ങളുടെ ഭൂമിയിൽ നിന്ന് യാത്രയാകേണ്ടി വന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഭീകര രാഷ്ട്രം സ്ഥാപിതമായതുകൊണ്ട് മാത്രം ലബനാനിലും സിറിയയിലും ജോർഡാനിലും അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അഭയാർത്ഥികളായി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ഫലസ്തീനികളുണ്ട്. ആ ഫലസ്തീനികൾക്ക് ഇന്നും ഫലസ്തീനിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചിട്ടില്ല. അവർക്ക് തിരിച്ചു പോകാൻ സാധിക്കണമെന്നതും ഫലസ്തീൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 1948 ഇസ്രായേൽ രാജ്യമുണ്ടായപ്പോൾ 45% ഭൂമി ഫലസ്തീനികളുടെ കൈവശവും 55% ഭൂമി സയനിസ്റ്റ് ഭീകരരുടെ കൈവശവുമായിരുന്നു. ശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം യുദ്ധം ചെയ്തുകൊണ്ട് ഫലസ്തീനികളുടെ കൈവശമുണ്ടായിരുന്ന 45% ഭൂമിയും പിടിച്ചെടുത്തു. ഇസ്രായേലിന്റെ പ്രത്യേകത, അതിന് രാജ്യാതിർത്തികളില്ല. നമുക്ക് അതിർത്തികളുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ. ലോകത്തുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങൾക്കും അതിർത്തികളുണ്ട്. പക്ഷെ 1948 മുതൽ നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന, പലപ്പോഴും പല രാജ്യങ്ങളും കയ്യേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമെന്ന അർത്ഥത്തിലാണ് ഇസ്രായേൽ ഉള്ളത്. 1948 അതിർത്തിയെങ്കിലും അംഗീകരിച്ചുകൊണ്ട്, ജെറൂസലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഫലസ്തീൻ രാജ്യം ഉണ്ടാക്കണമെന്ന ഒരു മിനിമം അജണ്ടയിലാണ് ഫലസ്തീനിലെ ഏതാണ്ട് എല്ലാ പ്രസ്ഥാനങ്ങളും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ രാജ്യം 1948 രൂപം കൊണ്ടതിന് ശേഷം അറബികളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി പല സന്ദർഭങ്ങളിൽ അവർ യുദ്ധം ചെയ്തു. 48 യുദ്ധമുണ്ടായി, 56 യുദ്ധമുണ്ടായി, 67 യുദ്ധമുണ്ടായി, 73 യുദ്ധമുണ്ടായി. പിന്നീട് യുദ്ധങ്ങളോ അതുപോലെയുള്ള പല സംഘർഷങ്ങളും ഫലസ്തീൻ കേന്ദ്രീകരിച്ചുണ്ടായി. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ചരിത്രത്തിലുണ്ടായ ഈ കൊടിയ അനീതിയിൽ മൗനം പാലിക്കുകയും ഫലസ്തീനുകളുടെ കൂടെ നിൽക്കുന്നതിന് പകരം ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രത്തിന്റെ കൂടെ നിൽക്കുകയും ചെയ്തു. 1948 മുതൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇവിടെയുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാന് ഫലസ്തീനിലെ രാഷ്ട്രീയ നേതൃത്വം പോലും മുന്നോട്ട് വരാത്ത ഒരു ചരിത്രഘട്ടത്തിലാണ് 1987 ഹമാസ് എന്ന് പറയുന്ന ഒരു ഐതിഹാസികമായ പ്രസ്ഥാനം ഫലസ്തീന് രൂപം കൊള്ളുന്നത്. ഫലസ്തീനിന്റെ വിമോചനത്തിന് വേണ്ടി അതുവരെ പ്രവർത്തിച്ചിരുന്ന ചില സംഘങ്ങൾ ഉണ്ടായിരുന്നു. PLO എന്ന പേരിൽ, ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന പേരിൽ ഒരുപാട് ഫലസ്തീൻ വിമോചന പോരാളികൾ അണിചേർന്ന ഒരു രാഷ്ട്രീയ കൂട്ടായ്മ ഉണ്ടായിരുന്നു. പക്ഷേ ഫലസ്തീനികൾക്ക് സ്വന്തമായ ഒരു രാജ്യമെന്ന ഒരു അജണ്ട നേടിയെടുക്കാൻ 1948 ഇസ്രായേൽ രാജ്യം നിലവിൽ വന്നു എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിട്ടില്ല. ഫലസ്തീനികൾ അവിടെയും ഇവിടെയും ചിതറിക്കിടക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടാക്കണമെന്ന താല്പര്യം പോലും നിറവേറ്റാൻ PLO എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ മുന്നണി പോരാളിക്ക് സാധ്യമാകാത്ത ഒരു പശ്ചാത്തലത്തിലാണ് 1987 ഹമാസ് എന്ന് പറയുന്ന ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം ഫലസ്തീന് രൂപം കൊണ്ടത്. ഈ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തെ തീവ്രവാദി, ഭീകരവാദി, ലോകത്തുള്ള നമ്പർ 1 ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രയടിച്ചുകൊണ്ട് ആ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തെ നിർവീര്യമാക്കാനാണ് ലോകം ശ്രമിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ തീവ്രവാദ മുദ്ര ചാർത്തുക എന്നത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലെയും പതിവിശീലമാണ്. മതരാഷ്ട്രവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഒക്കെ മേലങ്കി അണിയിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന
സ്വന്തം ജനതയുടെ മൗലികാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളെ വരെ ഭീകരവൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിച്ചത്. ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമല്ല, അവസാനം ഫലസ്തീൻ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യമുണ്ടാക്കി തരാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് 90കളിലെ ഓസ്ലോ കരാർ എന്ന് പറയുന്ന ഒരു കരാറിൽ ഫലസ്തീൻ രാഷ്ട്രീയ നേതൃത്വവും ഇസ്രയേൽ നേതൃത്വവും അമേരിക്കയുടെ ആശീർവാദത്തോടുകൂടി ഒപ്പുവെക്കുന്നുണ്ട്. 90കളിൽ ഒപ്പുവെച്ച ഈ കരാറിന്റെ അടിസ്ഥാനം തന്നെ ഇതായിരുന്നു. ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട്, ജെറൂസലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം ഉണ്ടാക്കാൻ ഫലസ്തീനികളെ ഞങ്ങൾ അനുവദിക്കും. പകരം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അസ്തിത്വം അറബികൾ അംഗീകരിക്കണം, ഫലസ്തീനികൾ അംഗീകരിക്കണം. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അസ്തിത്വം അംഗീകരിക്കുകയും ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുകയും ചെയ്താൽ ഫലസ്തീനികൾക്ക് ഒരു സ്വതന്ത്ര രാജ്യം ഉണ്ടാക്കി തരാമെന്നതായിരുന്നു 90കളിലെ ഓസ്ലോ കരാറിന്റെ അടിസ്ഥാനപരമായ ആ കരാറിന്റെ അടിസ്ഥാനം അതായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? ഓസ്ലോ കരാർ ഉണ്ടായി. 90കൾക്ക് ശേഷം 2023 ആയപ്പോഴേക്കും ഇതേ ഫലസ്തീനിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു UN ജനറൽ അസംബ്ലി അപ്പോൾ പറഞ്ഞു വരുന്നത് ഫലസ്തീനിൽ ഒരു സ്വതന്ത്ര രാജ്യം ഉണ്ടാക്കാം എന്ന വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് 90കളിൽ ഓസ്ലോ കരാറിൽ PLOയും ഇസ്രയേലും ഒപ്പുവെക്കുന്നത്. ജെറൂസലം കേന്ദ്രീകരിച്ചുകൊണ്ട് 1948 അതിർത്തികളെങ്കിലും അംഗീകരിച്ചുകൊണ്ട്, ജെറൂസലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം ഉണ്ടാക്കണമെന്നതായിരുന്നു ഫലസ്തീനിലെ ഒരുപാട് ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം. പക്ഷെ അതിർത്തിയെ കുറിച്ച് 48 അതിർത്തിയല്ല 67 അതിർത്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഘട്ടങ്ങളിൽ ഇസ്രയേൽ പിടിച്ചെടുത്ത പല പ്രദേശങ്ങളുണ്ട്. അതൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള തർക്കങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ഏറ്റവും ചുരുങ്ങിയത് ജെറൂസലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഫലസ്തീൻ രാഷ്ട്രമുണ്ടാക്കുമെന്ന് ഫലസ്തീനികൾക്ക് വാഗ്ദാനം ചെയ്തു. പക്ഷേ ഫലത്തിൽ എന്താണ് സംഭവിച്ചത്? ഇതേ അമേരിക്കയിലെ പിൽക്കാലത്ത് അമേരിക്കയുടെ ഭരണനാഥത്വം ഏറ്റെടുത്ത, ഇപ്പോഴും ഭരണമേറ്റെടുത്തുകൊണ്ട് വെസ്റ്റ് ഏഷ്യയിലെ പല മുസ്ലിം രാജ്യങ്ങളെയും തകർത്ത് തരിപ്പണമാക്കണമെന്ന സ്വപ്നവും പേറി നടക്കുന്ന മറ്റൊരു ഭീകരനായ ട്രംപ്. ആ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയപ്പോൾ ഫലസ്തീനിലുള്ള, ഇസ്രയേലിലുള്ള അമേരിക്കയുടെ എംബസി ജെറൂസലമിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ടെൽ അവീവിൽ നിന്നും ജെറൂസലമിലേക്ക് മാറ്റുകയാണ്. മറ്റൊരു ഭാഷയിൽ ജെറൂസലം ഒരിക്കലും തന്നെ ഫലസ്തീനിന്റെ ഭാഗമാകാൻ പോകുന്നില്ല. അത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരിക്കലും തന്നെ അറുത്തു മുറിച്ച് മാറ്റാൻ സാധ്യമല്ലാത്ത ഒരു ഭാഗമായിരിക്കുമെന്ന് ഒരു സൂചനയായിരുന്നു ട്രംപ് ജനങ്ങൾക്ക് നൽകിയത്. ബെഞ്ചമിൻ നെതന്യാഹു 2023 ഒക്ടോബർ 7 ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ അദ്ദേഹം പശ്ചിമേഷ്യയുടെ ഒരു പുതിയ മേപ്പ് ലോകത്തിന് പ്രദർശിപ്പിക്കുകയുണ്ടായി. ആ മേപ്പിൽ ഫലസ്തീൻ ഉണ്ടായിരുന്നില്ല. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിന് അത്രത്തോളം ഉറപ്പായിരുന്നു. 1948 മുതൽ കഴിഞ്ഞ 70 വർഷത്തിലധികമായി ഫലസ്തീനികളെ ഭീകരമായി നേരിട്ടുകൊണ്ടും ഗസ്സയെ ഉപരോധിച്ചുകൊണ്ടും അറബികളെ മുഴുവനും തന്നെ വശീകരിച്ചുകൊണ്ടും അറബ് രാജാക്കന്മാരിൽ പലരെയും തങ്ങളുടെ ആജ്ഞാനുവർത്തികളാക്കി മാറ്റിക്കൊണ്ടും ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു കോസിനെ, ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു ഇഷ്യൂവിനെ തന്നെ ചരിത്രത്തിൽ നിന്നും തുടച്ചു നീക്കാൻ എനിക്ക് സാധിച്ചിരിക്കുന്നു എന്ന ആത്മവിശ്വാസത്തോടുകൂടിയാണ് 2023 UN ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു എന്ന് പറയുന്ന ഈ ഭീകരൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഭാവി പശ്ചിമേഷ്യയുടെ മേപ്പ് പ്രദർശിപ്പിക്കുന്നത്. ആ മേപ്പിൽ ഫലസ്തീൻ ഉണ്ടായിരുന്നില്ല, മറിച്ച് ഇസ്രയേൽ ഉണ്ടായിരുന്നു. കാരണം നെതന്യാഹുവിന് ഈ ആത്മവിശ്വാസം പകർന്നു കൊടുത്തത് അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞിട്ട് അറബികളുമായി നോർമലൈസേഷൻ, ഇസ്രയേലുമായുള്ള ബന്ധം നോർമലൈസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് UAEയും സുഡാനും അതുപോലെ തന്നെ മൊറോക്കോവും
ഒക്കെ ഒപ്പുവെച്ച ഒരു കരാറുകൾ ഉണ്ടായി. ഇനി സൗദി അറേബ്യ കൂടി ഇസ്രയേലുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുന്നതോടുകൂടി ഫലസ്തീൻ വിഷയത്തിന് വേണ്ടി സംസാരിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല എന്ന ആത്മവിശ്വാസത്തോടുകൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു 2023 ഒക്ടോബർ മാസത്തിന്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് UN ജനറൽ അസംബ്ലിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ മാപ്പ് പ്രദർശിപ്പിക്കുന്നത്. അവിടെയാണ് ഒക്ടോബർ 7-ന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ സ്വപ്നങ്ങളെ മുഴുവനും തന്നെ കടപിടക്കി എറിഞ്ഞുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആ സ്വപ്നങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒക്ടോബർ 7-ന് ഹമാസിന്റെ ധീരരായ വിപ്ലവകാരികളെ തെല്ലവേദിനെ വിറപ്പിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ തന്നെ അത്യത്ഭുതകരമായ ഒരാക്രമണമായിരുന്നു ഇസ്രയേലിനെതിരെ ഗസ്സയിലെ ജനങ്ങൾ നടത്തിയ ഒക്ടോബർ 7-ന്റെ ആക്രമണം. അതിനെ ഭീകരാക്രമണം എന്ന് പറഞ്ഞിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കുന്ന മുഴുവൻ ആളുകളെയും ഭീകരരെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രയടിച്ചുകൊണ്ടും അവരുടെ നാവടപ്പിക്കാമെന്ന് ആരും കരുതേണ്ടതില്ല. കാരണം ഇത് നാവടപ്പിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസം തകർക്കുന്നത് കൊണ്ടോ തളർന്നു പോകുന്ന ഒരു പ്രസ്ഥാനത്തെയല്ല ഹമാസും ഫലസ്തീനിലെ പോരാളികളും പ്രതിനിധാനം ചെയ്യുന്നത്. ഒരു കവി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കവി ഒരിക്കൽ പാടിയിട്ടുണ്ട്, ഒരു ഇസ്ലാമിക കവി, ചില കൊടുങ്കാറ്റുകളുണ്ട്. ആ കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശുക, ആ കപ്പലോടിച്ചു കൊണ്ടിരിക്കുന്ന കപ്പിത്താൻ കരുതും കടൽ ശാന്തമാണ് എന്ന്. കപ്പലോടിച്ചു കൊണ്ടിരിക്കുന്ന കപ്പിത്താൻ കടൽ ശാന്തമാണെന്ന് കരുതി അല്പം വിശ്രമിച്ചു കളയാമെന്ന് കരുതുമ്പോഴായിരിക്കും പെട്ടെന്ന് കടലിന്റെ ഒരു ഭാഗത്ത് ഒരു കൊടുങ്കാറ്റ് പ്രത്യക്ഷപ്പെടുകയും എന്നിട്ട് ആ കപ്പിത്താനെ മുഴുവനും തന്നെ ആശങ്കയിലാക്കിക്കൊണ്ട് ആ കപ്പലിനെ ഇളക്കുകയും ചെയ്യുക എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹാഷിം റിഫായി കുറിച്ചു വെച്ച ഒരു വാചകമാണ്. ഈ വാചകമാണ് യഥാർത്ഥത്തിൽ കപ്പലോടിച്ചുകൊണ്ടിരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന കപ്പിത്താനെ കടൽ ശാന്തമാണ്, ഇനി ഞങ്ങൾക്കെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ആരുമില്ല എന്ന് കരുതി സമാധാനിച്ചു കൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിലാണ് തൂഫാനുൽ അഖ്സ എന്ന് പറയുന്ന ഈ കൊടുങ്കാറ്റ്, ഈ മഹാപ്രളയം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രളയം ഒരു ചെറിയ പ്രളയമായിരുന്നില്ല. ഈ പ്രളയം ഒരു വർഷത്തിലധികമായി സർവായുധ സന്നാഹത്തോടുകൂടി ഇസ്രയേൽ എന്ന് പറയുന്ന ഭീകരരാഷ്ട്രം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും അത്യാധുനികമായ ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫലസ്തീൻ ജനതയ്ക്ക് നേരെ നിഷ്ഠൂരമായ ആക്രമണം നടത്തി. എന്താണ് ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തോട് പറഞ്ഞത്? ഏതാനും ദിവസങ്ങൾക്കകം ഞങ്ങൾ ഹമാസിനെ തകർക്കും, രണ്ടാമതായി ഞങ്ങൾ ബന്ദികളെ മോചിപ്പിക്കും, ഞങ്ങൾ ഹമാസിനെ തകർക്കും, ബന്ദികളെ മോചിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നെതന്യാഹു യുദ്ധം ആരംഭിച്ചിട്ട് ഒരു വർഷമായിട്ടും വിയർന്ന് തളർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ പതറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകരന്റെ ദയനീയമായ രോധനമാണ് യഥാർത്ഥത്തിൽ നെതന്യാഹുവിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഒരു വർഷത്തിലധികമായി ഫലസ്തീൻ ജനതയ്ക്ക് ഈ ഐതിഹാസികമായ സമര പോരാട്ട പോർമുഖത്തെ അണിചേർന്നുകൊണ്ട് 40,000-ത്തോളം ആളുകൾ വധിക്കപ്പെട്ടു, രക്തസാക്ഷികളായി എന്നത് ശരി തന്നെയാണ്. രക്തസാക്ഷിത്വത്തെ ഇസ്ലാമിക ദർശനം നോക്കിക്കാണുന്നത് ഒരു അത്യാഹിതമായിട്ടല്ല, ഒരു അപകടമായിട്ടല്ല, മറിച്ച് വിശുദ്ധമായ ലക്ഷ്യത്തിന് വേണ്ടി, സവിശേഷമായ ലക്ഷ്യത്തിന് വേണ്ടി ഒരാൾ ബോധപൂർവം തെരഞ്ഞെടുക്കുന്ന, ഒരാൾ ബോധപൂർവം നടന്ന് സ്വീകരിക്കുന്ന, ഒരാൾ ബോധപൂർവം തെരഞ്ഞെടുക്കുന്ന ഒരു മാർഗമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. ഫലസ്തീനിലെ പോരാളികളെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷിത്വം ഒരു അപകടമല്ല. മിസൈലുകൾ ഏറ്റുവാങ്ങി പിടഞ്ഞ് രക്തസാക്ഷികളാകുമ്പോൾ ഇതാ ഒരു അത്യാഹിതം സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നവരല്ല അവർ, മറിച്ച് ഫലസ്തീനിലെ ധീരനായ പോരാളി ഇസ്മായിൽ ഹനിയ സൂചിപ്പിച്ചതുപോലെ തന്റെ മക്കളും തന്റെ പേരമക്കളും രക്തസാക്ഷികളായിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ പതറാതെ ഫലസ്തീനിലെ രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുന്ന എണ്ണമറ്റ കുരുന്നുകളെക്കാൾ
എന്റെ മക്കൾക്കൊരു പ്രത്യേകതയുമില്ല, ഞാനും ആ മാർഗത്തിലൂടെ പോകേണ്ടവനാണ് എന്ന് പറയുന്ന ഇസ്മായിൽ ഹനിയുണ്ടല്ലോ. ഒരാൾ പോകുമ്പോൾ, ഒരു നേതാവ് പോകുമ്പോൾ, ഒരു നേതാവ് അപ്രത്യക്ഷമാകുമ്പോൾ മറ്റൊരു നേതാവ് ഇവിടെ പ്രത്യക്ഷപ്പെടാനുണ്ട്. അതുകൊണ്ടൊരു നേതാവ് പോകുമ്പോൾ നിങ്ങൾ ഭയക്കേണ്ടതില്ല എന്ന് രക്തസാക്ഷിത്വത്തിന് മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു മഹാവിപ്ലവകാരിയാണ് ഇസ്മായിൽ ഹനിയ. ഫലസ്തീനിലെ ഈ പോരാട്ടം, ഗസയും ഹന്തലിയും ഫലസ്തീനുമൊക്കെ നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീകമാണ്. നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ, ആത്മവിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന വഴി ശരിയായ വഴിയാണ് എന്ന ഉറച്ച ബോധമുണ്ടെങ്കിൽ ലോകത്തുള്ള ഒരു ശാസ്ത്രീയ രാഷ്ട്രത്തിനും നിങ്ങളുടെ മനോവീര്യം തകർക്കാൻ സാധ്യമല്ല എന്ന് ചരിത്രത്തിനോട് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ. ഫലസ്തീനിലെ ജനത ആ വഴിയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഞാൻ ഈ സന്ദർഭത്തിൽ ചരിത്രത്തിലെ മറ്റൊരു പോരാട്ടം ഓർത്തുപോവുകയാണ്. ഇസ്രയേലിന്റെ തന്നെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനും ബൈബിളും പറയുന്ന മറ്റൊരു ചരിത്രമുണ്ട്. ഫലസ്തീനിലെ ഫിനീഷ്യന്മാരെന്ന് പറയുന്ന, ഫിനീഷ്യന്മാരുടെ നേതാവായിരുന്ന ജാലൂത്ത് എന്ന് പറയുന്ന ഭീകരനായ ഒരു ഭരണാധികാരി ഫലസ്തീൻ ജനതയെ അടിച്ചമർത്തിയ ഒരു ചരിത്ര പശ്ചാത്തലത്തിലെ ഫലസ്തീനിലെ ആ ജനതയെ മോചിപ്പിക്കാൻ വേണ്ടിയും ഫലസ്തീന് നീതി പുലരുന്ന ഒരു ലോകമുണ്ടാക്കാൻ വേണ്ടിയും ദൈവം പ്രവാചകൻ മോസസിനോട് കൽപ്പിക്കുകയുണ്ടായി. മോസസിന്റെ അനുചരന്മാർ പറഞ്ഞു, ഞങ്ങൾക്കത് സാധ്യമല്ല, നീ പോയി വേണമെങ്കിൽ ആ പോരാട്ടം നിർവഹിച്ചുകൊള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഫലസ്തീനിലേക്ക് കടക്കാൻ സാധിച്ചില്ല. പിൽക്കാലത്ത് ദൈവം താലൂത്ത് എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇവർക്ക് നിയോഗിച്ചു കൊടുത്തു. താലൂത്തിനോടും താലൂത്തിന്റെ സംഘത്തോടും പറഞ്ഞു, ഇതാ ഫലസ്തീനിൽ ഭീകരനായ ജാലൂത്ത് എന്ന് പറയുന്ന ഭരണാധികാരിയുണ്ട്, അദ്ദേഹത്തെ നിങ്ങൾ എതിരിടണം, അദ്ദേഹവുമായി സമരം ചെയ്യണം, പോരാടണം. മർദ്ദകനായ ഭീകരനായ അവനെ തകർത്ത് ഫലസ്തീനിൽ നീതി പുലരുന്ന ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണം ഉണ്ടാക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, താലൂത്തും അനുചരന്മാരും തന്നെ ഫലസ്തീൻ മോചിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടപ്പോൾ ജാലൂത്തിന്റെ സൈന്യത്തെ കണ്ടപ്പോൾ താലൂത്തിന്റെ പിന്നിൽ അണിചേർന്ന ഒരുപാട് ആളുകൾ, അവർ വിശ്വാസികളായിരുന്നു. അവർ പറഞ്ഞു, ജാലൂത്തിനെ നേരിടാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. ജാലൂത്ത് എന്ന് പറയുന്ന സർവായുധ സന്നദ്ധനായ ഈ ജാലൂത്തിനെ നേരിടാനുള്ള ശേഷി ഞങ്ങൾക്കില്ല. ജാലൂത്തിനെയും സൈന്യത്തെയും നേരിടാൻ ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾക്ക് സാധ്യമല്ല, അതുകൊണ്ടിതാ ഞങ്ങൾ പിന്തിരിയുന്നു എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ പറയുന്നു, എന്നാൽ എന്നാൽ അല്ലാഹുവിനെ, തങ്ങളുടെ രക്ഷിതാവിനെ നാളെ കണ്ടുമുട്ടുമെന്നുറപ്പുള്ള, പാരത്രിക ജീവിതത്തിൽ വിശ്വസിക്കുന്ന, അചഞ്ചലമായ ദൈവവിശ്വാസമുള്ള, നിശ്ചയദാർഢ്യമുള്ള ഒരു ചെറു സംഘം താലൂത്തിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു, എത്ര ചെറു സംഘങ്ങളാണ് വൻ സൈന്യങ്ങളെ ചരിത്രത്തിൽ അതിജയിച്ചത്, അതുകൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞാലും ശരി, ജാലൂത്തിന്റെ വൻ സൈന്യത്തെ കണ്ടുകൊണ്ട് ഞങ്ങൾ പേടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ യുദ്ധം ഉറച്ചു നിന്നു. അവർ ജാലൂത്തിനെതിരെ പോരാടി. വിശുദ്ധ ഖുർആൻ തന്നെ തുടരുന്നു, പിന്നീട് ജാലൂത്തിന് അവർ പരാജയപ്പെട്ടി. ഈ താലൂത്തിന്റെ സൈന്യത്തിന് അണിചേർന്ന ഇടയബാലനായിരുന്ന ദാവൂദ് മൽപിടുത്തത്തിൽപ്പെട്ടുകൊണ്ട് ജാലൂത്തിനെ പരാജയപ്പെടുത്തി. അങ്ങനെ താലൂത്തിന്റെ നേതൃത്വത്തിൽ, പിന്നീട് ദാവീദിന്റെ നേതൃത്വത്തിൽ, പിന്നീട് സുലൈമാൻ അലൈഹിസ്സലാം ഇവരുടെ നേതൃത്വത്തിൽ ഫലസ്തീനിൽ ഒരു രാജ്യം പിറന്നു എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. ഒരു പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു വായിക്കാൻ വിസമ്മതിക്കുന്ന ഒരു ചരിത്രമായിരിക്കും ഈ ചരിത്രം. ആധുനിക കാലഘട്ടത്തിലെ ജാലൂത്തായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കണ്ടപ്പോൾ റിയാദിലെയും അബൂദാബിയിലെയും മിസ്രിലെയും ഈജിപ്തിൽ കൈറോവിലെയും അതുപോലെ ലോകത്തിന്റെ മൊറോക്കോവിലെയും ഒക്കെ മുസ്ലിം ഭരണാധികാരികൾ പേടിച്ച് മുട്ടുറച്ച് ജാലൂത്തിനെതിരെ പോരാട്ടത്തിന് ഇറങ്ങാൻ അമേരിക്കയെയും അതുപോലെ തന്നെ ബ്രിട്ടനെയും ഫ്രാൻസിനെയും
ഫ്രാൻസിനെയും ജർമ്മനിയെയും ഒക്കെ വെറുപ്പിക്കാൻ, അവരുടെ ഇംഗിതത്തിനും താല്പര്യത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് ആധുനിക ജാലൂത്തിനെ കണ്ടപ്പോൾ ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ജനസൈഡ് ബൈഡൻ എന്ന് പറയുന്ന ഈ ജാലൂത്തുമാർക്കെതിരെ ഞങ്ങൾക്ക് നിലയുറപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് പ്രതികരിക്കാൻ പോലും സാധ്യമല്ലാതെ മാറി നിൽക്കുമ്പോഴാണ് എന്ന വിശുദ്ധ ഖുർആനിലെ ചരിത്ര പാഠത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഗസ്സയിലെയും ഹിസ്ബുല്ലയുടെയും ധീരരായ ചെറുപ്പക്കാർ, ധീരരായ യോദ്ധാക്കൾ ആധുനിക ജാലൂത്തിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിറപ്പിക്കൽ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായി ഉണ്ടായതാണ്, അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമായി ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഗസ്സ ലോകത്തെങ്ങുമുള്ള മർദ്ദിതരായ ജനങ്ങൾക്ക്, ലോകത്തെങ്ങുമുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ജനങ്ങൾക്ക് ഒരു മഹാപ്രതീക്ഷയാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏതൊരു ഭീകര സൈനിക സന്നാഹത്തെയും തളർത്താനും അവരുടെ വീര്യം ചോർത്താനും അവരെ വിയർപ്പെടുന്നവരാക്കി മാറ്റാനും നിങ്ങൾക്ക് സാധ്യമാകുമെന്നതിന്റെ ചരിത്രപാഠമാണിത്. ഹിസ്ബുല്ലയുടെയും ഗസ്സയിലെ ഫലസ്തീനിലെ ഹമാസിന്റെയും ഒരുപാട് നേതാക്കന്മാർ ലോകത്തോട് വിട പറഞ്ഞു. എന്നിട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ ഇന്നും ഇസ്രയേൽ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം ആരംഭിച്ചിട്ട് 1 വർഷം പിന്നിട്ടു, എന്നാൽ യഹ്യ സിൻവാർ യുദ്ധം ആരംഭിച്ചിട്ടേയുള്ളൂ, അദ്ദേഹത്തിന്റെ യുദ്ധം തുടങ്ങിയിട്ടേയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറയുന്നത്, ചരിത്രത്തിൽ നിന്ന് നമുക്ക് പ്രചോദനം കിട്ടണം, അനുഭവത്തിൽ നിന്ന് നമുക്ക് പ്രചോദനം കിട്ടണം. ലോകത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോഴേ ഫറോവമാർ ലോകം ഭരിച്ചിട്ടുണ്ട്, ജാലൂത്തുമാർ ലോകം ഭരിച്ചിട്ടുണ്ട്, നമ്രൂദുമാർ ലോകം ഭരിച്ചിട്ടുണ്ട്, ഹിറ്റ്ലർ ലോകം ഭരിച്ചിട്ടുണ്ട്. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന പേര് ബ്രിട്ടനും പൂർവ റോമൻ സാമ്രാജ്യവും ഒക്കെ ലോകത്ത് നിലവിൽ വന്നിട്ടുണ്ട്. എന്നാൽ ജനങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ മുമ്പിൽ, ചരിത്രത്തിന്റെ ഇരുട്ടറകളിലേക്ക് ഹിറ്റ്ലർ മറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നമ്രൂദും ഫറോവയുടെയും ചരിത്രം കുടിച്ചു മൂടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പൂർവകാല റോമൻ സാമ്രാജ്യം എന്ന് പറയുന്ന സാമ്രാജ്യം തകർന്നിട്ടുണ്ടെങ്കിൽ, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകത്തൊന്നുമുള്ള സ്വാതന്ത്ര്യ പോരാളികളുടെ ആത്മവിശ്വാസത്തിന്റെ മുമ്പിൽ പതറിപ്പോയിട്ടുണ്ട് എങ്കിൽ, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള വൻ സൈന്യം അഫ്ഗാൻ മലമുടക്കുകളിലുള്ള ധീരരായ ചെറുപ്പക്കാരുടെ ആത്മവിശ്വാസത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമാകാതെ പിന്മാറിയിട്ടുണ്ടെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ ഫലസ്തീനിലെ ധീരരായ രക്തസാക്ഷികളുടെയും ശുഹദാക്കളുടെയും പോരാളികളുടെയും മുമ്പിൽ, ഗസ്സയിലെയും ഹിസ്ബുല്ലയുടെയും ലെബനാനിലെയും പോരാളികളുടെ മുമ്പിൽ ഇസ്രയേലും അമേരിക്കയും മുട്ടുമടക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് മുട്ടുമടക്കുക തന്നെ ചെയ്യും. ചരിത്രം നമ്മോട് പറയുന്നത് അതാണ്. പക്ഷേ നമുക്ക് പ്രതീക്ഷ വേണം. രക്തസാക്ഷികളുടെ എണ്ണം കാണുമ്പോൾ, നേതാക്കന്മാർ ഒന്നൊന്നായി രക്തസാക്ഷികളായി കാണുമ്പോഴേ പതറേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ചരിത്രത്തിൽ നിങ്ങൾ ചില ചരിത്രഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഇത്തരം ചരിത്രഘട്ടത്തിലെ നിങ്ങൾ നിരാശരാകേണ്ടതില്ല, നിങ്ങൾ ദുഃഖിതരാകേണ്ടതില്ല. വിശ്വാസികളാണ് എങ്കിൽ നിങ്ങളാണ് ഉന്നതർ. ചില ചരിത്രാനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നത് തന്നെ പറയുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം രക്തസാക്ഷികളെ സ്വീകരിക്കാൻ വേണ്ടി ചില ചരിത്ര സന്ദർഭങ്ങൾ നിങ്ങൾക്കുണ്ടാക്കി തരും. അങ്ങനെയുള്ള ചരിത്ര സന്ദർഭങ്ങളായിട്ടാണ് ഹിസ്ബുല്ലയും ഹമാസും ഫലസ്തീനിലെ ഈ പോരാട്ടത്തെ മുഖവരിക്കെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നാം പതറേണ്ടതില്ല. നമ്മുടെ ഒരു സപ്പോർട്ടും അവർക്ക് ആവശ്യമില്ല.
നമ്മുടെ പ്രാർത്ഥന മാത്രം അവർക്ക് മതി. ഫലസ്തീനിൽ ജനത പറയുന്നത് ഫലസ്തീൻ വിഷയത്തെ നേരിടാനുള്ള കരുത്തും ആത്മവിശ്വാസവും അവർക്കുണ്ട് എന്നാണ്. ഒരുപക്ഷെ ഫലസ്തീൻ വിഷയത്തോടൊപ്പം തന്നെ SIO ബാബരി മസ്ജിദിനെ കുറിച്ച് കൂടി സംസാരിക്കാൻ ഒരു കാരണമുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഗസയിലെ ഈ നിഷ്ഠൂരമായ നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഏറ്റവും കൂടുതൽ മഹത്വവൽക്കരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യയിലുള്ള ഭരണകൂടം. ഈ ഭരണകൂടത്തിന്റെയും ലക്ഷ്യം ചരിത്രത്തിൽ നിന്ന്, മനുഷ്യരുടെ ഓർമ്മകളിൽ നിന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ട, ഈ രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി നിലകൊണ്ട അങ്ങനെയുള്ള മഹാന്മാരുടെ ചരിത്രം മുഴുവനും തന്നെ പിടിതെറിഞ്ഞ് നെതന്യാഹു ഫലസ്തീന്റെ ചരിത്രം തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഒരു ചരിത്രം അവതരിപ്പിക്കുന്നത് പോലെ ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രം അവസാനിപ്പിച്ചിട്ട് ഫാസിസത്തിന്റെ വംശീയതയിലും സവർണ മേധാവിത്വത്തിലും വിശ്വസിക്കുന്ന ഒരു ബ്രാഹ്മണിക്കൽ ഹെജമണിയിൽ വിശ്വസിക്കുന്ന ഒരു വംശീയ പ്രസ്ഥാനത്തെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഇന്ത്യയിലെ കഴിഞ്ഞ 4-5 നൂറ്റാണ്ടുകളായി സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ വിശുദ്ധമായ സ്ഥലങ്ങൾ കയ്യേറിക്കൊണ്ടും പശുവിനെയും ചാണകത്തെയും പശുവിന്റെ മൂത്രത്തെയും പശുവിന്റെ ഇറച്ചിയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെരുവിലും റോട്ടിലും തീവണ്ടിയിലുമൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ച് വരിച്ച് പുറത്തിട്ട് അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടുമൊക്കെ ഈ ജനതയുടെ ആത്മവിശ്വാസം തകർത്തുകൊണ്ട്, പ്രതീക്ഷ തല്ലിക്കെടുത്തിക്കൊണ്ട്, നിരാശയുടെ കയത്തിലേക്ക് ഈ ജനതയെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ത്യയിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നിർവീര്യമാക്കാനും നിശബ്ദരാക്കാനുമാണ് ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബരി മസ്ജിദ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. ബാബരി മസ്ജിദിനെ വിസ്മൃതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് ബാബരി മസ്ജിദിനെ കുറിച്ച് സംസാരിക്കാനുള്ള ശേഷി പോലും മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് എല്ലാം കോടതിയുടെ തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഓർമ്മകളിൽ നിന്നും ബാബരിയെ പിടിതെറിഞ്ഞുകൊണ്ട് സവർണ ഫാസിസം ഇവിടെ തങ്ങളുടെ വംശീയമായ ഒരു അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗസയിലെ ജനങ്ങൾ ഖുദ്സിനെ എപ്രകാരം തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയോ, ഖുദ്സിനെയും ഖുദ്സിന്റെ മണ്ണിനെയും വിസ്മരിക്കണമെന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആഹ്വാനം ചെവികൊള്ളാന് ലോകത്തുള്ള ഹരിത സിംഹാസനങ്ങളിൽ അന്തിയുറങ്ങുന്ന മുസ്ലിം രാജാക്കന്മാർക്കും അവർക്ക് വേണ്ടി ഫത്വ കൊടുക്കുന്ന പണ്ഡിതന്മാരും തയ്യാറായതുപോലെ ഇന്ത്യയിലെയും ചില ആളുകളെങ്കിലും ബാബരിയുടെ ഓർമ്മകളൊക്കെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് ഫാസിസ്റ്റുകളുമായി കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് കൂടെ എന്നൊക്കെ ആലോചിക്കുന്ന ചരിത്ര സന്ദർഭത്തിൽ ഗസയിലെ ജനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ബാബരിയുടെ ഓർമ്മയും ചേർത്ത് പിടിച്ചുകൊണ്ട് ബാബരിയും നമ്മുടെ ചരിത്രത്തിലേക്ക് നമ്മുടെ വിരൽ ചൂണ്ടുന്ന ഇന്ത്യയിലെ സവർണ ഫാസിസം ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹത്തായ രാജ്യത്തെ എങ്ങനെയാണ് തകർത്തത് എന്നതിന്റെ വലിയ പാഠങ്ങൾ നമുക്ക് നൽകുന്ന ഒരു മഹാ ചരിത്ര സംഭവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഓർമ്മകളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ ഫാസിസ്റ്റുകൾക്കെതിരെയുള്ള പ്രതിരോധ രംഗത്തും അവർക്കെതിരെയുള്ള പോരാട്ട മുഖത്തിലും തെരുവുകളിലെ ഉജ്ജ്വലരായി എഴുന്നേൽക്ക് നിൽക്കുന്ന ഒരു വിഭാഗമായിരിക്കും SIO എന്ന് സമർത്ഥിക്കാനും തെളിയിക്കാനും എന്റെ സുഹൃത്തുക്കൾക്ക്, എന്റെ ചെറുപ്പക്കാർക്ക് സാധിക്കേണ്ടതുണ്ട്. സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.